To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്നതാണ്. അതിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാൻസർ. ലോകമെമ്പാടുമുള്ള ജനതയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ക്യാൻസർ. പണ്ടൊക്കെ ഇതൊരു അപൂർവമായിട്ടുള്ള രോഗമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാവുന്ന പലരിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരിൽ, നമ്മുടെ നാട്ടുകാരിൽ എല്ലാം നമ്മൾ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കേട്ടു തുടങ്ങിയ ഒരു രോഗമാണ് ക്യാൻസർ. ലോകത്താകമാനം ധാരാളം ആളുകൾ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഓരോ വർഷവും ക്യാൻസറിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ധാരാളം ആളുകൾ ക്യാൻസർ മൂലം മരിക്കാനും ഇടവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാൻസർ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടും, മുതിർന്നവരിലാണെങ്കിൽ ഒരു റിപ്പയർ മെക്കാനിസം അല്ലെങ്കിൽ മെയിൻ്റനൻസിനൊക്കെ ആയിട്ടാണ് ഈ മൈറ്റോസിസ് അഥവാ സെൽ ഡിവിഷൻ നടക്കുന്നത്. പക്ഷേ മൈറ്റോസിസ് എന്ന് പറയുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ട് നടത്തുന്ന ഒരു ഡിവിഷനാണ്. പക്ഷേ ഈ ക്യാൻസർ പേഷ്യൻസിൽ ഇതിൻ്റെ ഈ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അൺകൺട്രോൾഡ് അബ്നോർമൽ എക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ, അതായത് ഒരു കൺട്രോളും ഇല്ലാതെ ധാരാളമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറുന്നത്. അതായത് അവരുടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷനുള്ള പ്രോപ്പർട്ടി അങ്ങ് നശിച്ചു കഴിഞ്ഞു. അപ്പോൾ സാധാരണ സെൽസിൽ എവിടെ ആ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. അതിനെ പറയുന്ന പേരാണ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ. ഒരു സെല്ല് മറ്റൊരു സെല്ലിൻ്റെ ഒരു കോൺടാക്റ്റിൽ എത്തുമ്പോഴേക്കും അതിനറിയാം അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഒരു മുറിവുണ്ടായെന്ന് വിചാരിക്കാം. ഇതിൽ ത്വക്കിലെ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ എപ്പോഴാണ് ഇത് നിർത്തുന്നത്? ഈ ഡിവൈഡ് ചെയ്ത സെല്ല് അടുത്ത മറ്റേ സെല്ലിൽ എത്തുമ്പോൾ അതിനറിയാം, ഓക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി, എനിക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അതാണ് കോൺടാക്റ്റ് ഇൻഹിബിഷൻ. പക്ഷേ ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി ഒക്കെ നശിച്ചു പോവുകയാണ്. അപ്പോൾ സെൽസിന് മനസ്സിലാവുന്നില്ല എവിടെ നിർത്തണമെന്ന്. അവർ കൺട്രോൾ ഇല്ലാതെ വീണ്ടും 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 മൾട്ടിപ്ലൈ ചെയ്ത് അതൊരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ലംബ്, ഒരു കട്ടയായിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് ട്യൂമർ. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓങ്കോളജി. ക്യാൻസർ പഠിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ നമ്മൾ ഓങ്കോളജിസ്റ്റ് എന്ന് പറയും. ട്യൂമേഴ്സ് അല്ലെങ്കിൽ മുഴകൾ, അവയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ മുഴകൾ അല്ലെങ്കിൽ ട്യൂമേഴ്സും ക്യാൻസറസ് ആവണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളെ പറയുന്ന പേരാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. മറ്റു തരത്തിലുള്ളവയാണ് ബിനൈൻ ട്യൂമേഴ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് റെഗുലർ ആയിട്ടുള്ള ബോർഡറുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആയിരിക്കും. അതേസമയം മാലിഗ്നന്റ് ട്യൂമറിന് അങ്ങനെയൊന്നുമില്ല. അതിനൊട്ടും ഡിഫൈൻഡ് അല്ല, ഒരു റെഗുലർ സൈസ് ഒന്നുമില്ല, ഒരു ഇറഗുലർ ബോർഡറും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക, എപ്പോഴും വിഘടിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളൊരു വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്യൂമറാണ്. പിന്നെ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അത് ഗ്രോ ചെയ്യുന്നത്. വർഷങ്ങൾ എടുത്തിട്ടാണ് അത് ഫ്യൂ മില്ലിമീറ്റേഴ്സ് എങ്കിലും ഗ്രോ ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം മാലിഗ്നന്റ് ട്യൂമേഴ്സ് അങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവർ മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ബിനൈൻ ട്യൂമേഴ്സ് ആർ കൺഫൈൻഡ് ടു ദെയർ ലോക്കലൈസ്ഡ് റീജിയൻ ആൻഡ് ദേ ഡോണ്ട് ഇൻവേർട്ട് അതർ ഓർഗൻസ്. അതായത് എവിടെയാണോ അത് ഫോം ചെയ്യുന്നത് അത് പതുക്കെ വളർന്ന് ആ ഓർഗനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ചുറ്റുമുള്ള ഓർഗനിലേക്കൊന്നും വളർന്നു കയറില്ല. അതേസമയം നമ്മുടെ മാലിഗ്നന്റ് ട്യൂമേഴ്സ് അങ്ങനെയല്ല, അവർ പെട്ടെന്ന് വളർന്നിട്ട് അത് അടുത്തുള്ള ഓർഗൻസിലൊക്കെ സ്പ്രെഡായിട്ട് അവിടെ മുഴുവൻ പടർന്ന് ആ ഓർഗൻസിനെയും കൂടെ നശിപ്പിക്കുകയാണ് ചെയ്യാറ്. പിന്നെ മാലിഗ്നന്റ് ട്യൂമേഴ്സിന് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ വൈറ്റൽ ന്യൂട്രിയൻസ് എല്ലാം എല്ലാ സെൽസിനെ അബ്സോർബ് ചെയ്ത് അപ്പോൾ മറ്റുള്ള സെൽസിനെയൊക്കെ ന്യൂട്രിയൻറ്റ് കിട്ടാതാവുകയും ചെയ്യും. പിന്നെ ഒന്ന്, ഈ ബിനൈൻ ട്യൂമേഴ്സ് വളരെ ഫേറ്റൽ അല്ല, അല്ലെങ്കിൽ നമുക്ക് ജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ട്യൂമേഴ്സ് അല്ല. യൂഷ്വലി യൂട്രിൻ ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ബിനൈൻ ട്യൂമേഴ്സാണ്. പക്ഷെ വളരെ റെയർ കേസിൽ മാത്രമേ അത് കുറച്ച് ഡേഞ്ചറസ് ആകാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബ്രെയിനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് ആ ബ്രെയിൻ ടിഷ്യൂവിൽ ചെലുത്തുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ സമ്മർദ്ദം കാരണം ചില ഡാമേജസ് ഒക്കെ ഉണ്ടാകാം. അതേസമയം മാലിഗ്നന്റ് ട്യൂമേഴ്സ് അങ്ങനെയല്ല, അവർ വളരെ ഫേറ്റൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ട്യൂമറാണ്. പിന്നെ ഏറ്റവും പേടിക്കേണ്ട ഒരു പ്രോപ്പർട്ടി മാലിഗ്നന്റ് ട്യൂമറിനുള്ളത് മെറ്റാസ്റ്റാസിസ് എന്നതാണ്. അതായത് ഈ ട്യൂമർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൺഡ്രഡ്സ് ഓഫ് സെൽസ് അല്ലേ. അപ്പം അതിൽ നിന്ന് ഒരു സെല്ലെങ്കിലും ഇങ്ങനെ പൊഴിഞ്ഞ് നമ്മുടെ ബ്ലഡിലേക്കോ ലിംഫിലേക്കോ വീഴുകയാണെങ്കിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ കൂടി സഞ്ചരിച്ച് ഈ സെല്ല് വേറെ എവിടെയെങ്കിലും ചെന്ന് ലോഡ്ജ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ചെന്ന് ലോഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ചെന്ന് വീഴുകയാണെങ്കിൽ അത് വീണ്ടും അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ പുതിയൊരു ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ട്യൂമർ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടിയെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. മെറ്റാസ്റ്റാസിസ് ബിനൈൻ ട്യൂമേഴ്സിന് ഇല്ല.
നമുക്ക് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. അത് കാർസിനോമ, സാർക്കോമാസ് ആൻഡ് ലുക്കീമിയ ആൻഡ് ലിംഫോമാസ് എന്ന് പറയും. അതായത് നമ്മുടെ സ്കിൻ സെൽ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ലൈനിങ്, നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്നത് അല്ലേ. പുറത്ത് മാത്രമല്ല, പുറത്ത് സ്കിൻ എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയാലും ഗ്ലാൻസ് ആയാലും എല്ലാത്തിനെയും കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഉണ്ടാകുന്ന എല്ലാത്തരം ക്യാൻസേഴ്സ് ടുഗദർ നമ്മൾ കാർസിനോമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ള ക്യാൻസർ എന്ന് പറയുന്നത് കാർസിനോമയാണ്. 85% ടൈപ്പും കാർസിനോമ തന്നെയാണ്. അത് എന്തൊക്കെയാകാം? ബ്രെയിൻ ക്യാൻസർ ആകാം, ഓറൽ ക്യാൻസർ ആകാം, ലങ് ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ, കൊളോൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ. ഇപ്പം സ്ത്രീകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതേ തുടർന്ന് 2ാം സ്ഥാനം സെർവിക്കൽ ക്യാൻസറിനാണ്. അതേസമയം പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം ആദ്യത്തെ കാറ്റഗറിയായ കാർസിനോമയിൽ വരുന്നതാണ്. ഇനി 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സാർക്കോമ. അത് മീസോഡെർമൽ ഒറിജിൻ ആയിട്ടുള്ള, നമുക്കറിയാലോ ഗ്യാസ്ട്രലേഷൻ്റെ സമയത്ത് മീസോഡെർമിൽ നിന്നുണ്ടാകുന്ന ടിഷ്യൂസിൽ, കണക്റ്റീവ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ക്യാൻസറാണിത്. അതായത് ബോണിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അതിനെ ഓസ്റ്റിയോ സാർക്കോമ എന്ന് പറയും. അല്ലെങ്കിൽ മസിലിലാണെങ്കിൽ അതിനെ മയോ സാർക്കോമ എന്ന് പറയുന്നുണ്ട്. ഫാറ്റ് ടിഷ്യൂസിലാകാം, അപ്പോൾ അതിനെ നമ്മൾ ലിപ്പോസാർക്കോമ എന്ന് പറയും. അത് ആഡിപ്പോസൈറ്റ് ടിഷ്യൂസിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഫൈബ്രോസാർക്കോമ, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസിലുണ്ടാകാം. ഇതുകൂടാതെ ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമാസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ടിഷ്യൂസിൽ ഉണ്ടാകുന്നതാണ്. അതായത് ലുക്കീമിയ എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ ആണ്. കൂടുതൽ വൈറ്റ് ബ്ലഡ് സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്നതാണ് ലുക്കീമിയ. ഇനി നമുക്ക് ക്യാൻസറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് നിയോപ്ലാസ്റ്റി. അതായത് ഈ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമേഴ്സ് ഫോം ചെയ്യാനുള്ള ആ ഒരു കഴിവാണ് നിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ സാധാരണ സെൽസ് നിയോപ്ലാസ്റ്റിക് സെൽസ് ആയിട്ട് മാറുമ്പോഴാണ് അത് ട്യൂമറായിട്ട് മാറുന്നത്, ട്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാൻസർ സെൽസ് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഏജൻസ് നമ്മുടെ നിയോപ്ലാസ്റ്റിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് സെൽസിനെ കാരണമാകാറുണ്ട്. അങ്ങനെയുള്ള ഏജൻസ് ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കൽ ആകാം. ആ ഏജൻസിനെ പറയുന്ന പേരാണ് കാർസിനോജൻസ്. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ ക്യാൻസർ കോസ് ചെയ്യുന്ന ഏജൻസിനെ നമ്മൾ കാർസിനോജൻസ് പറയും. കാർസിനോജൻസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഫിസിക്കലിൽ വരുന്നത് റേഡിയേഷൻസ് ആണ് മെയിനായിട്ട്. ഈ റേഡിയേഷൻസിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ റേഡിയേഷൻസിന് നമ്മുടെ DNA മ്യൂട്ടേറ്റ് ചെയ്യാൻ കഴിയും. മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ ആ ജീൻസ് നമ്മുടെ റെഗുലേറ്ററി സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാതെ ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അൺകൺട്രോൾഡ് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ റേഡിയേഷൻസിൽ 2 തരമുണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷൻസും അയണൈസിങ്. അയണൈസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റേ, ഗാമ റേസ് ഒക്കെയാണ്. നോൺ അയണൈസിങ് എന്ന് പറയുന്നത് നമ്മുടെ UV റേസ്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ് ഇറിറ്റേഷൻസും ചിലപ്പോൾ ഇവൻച്വലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറേ നാൾ കഴിയുമ്പോൾ ക്യാൻസർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും, നമ്മളെപ്പോഴും ഗം ചവയ്ക്കരുതെന്ന് പറയും അല്ലേ. എപ്പോഴും ചവയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഓറൽ ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കശ്മീരിലുള്ള ആളുകൾ കാങ്ക്രി എന്നൊരു സാധനം അവരുടെ ഡ്രസ്സിനകത്ത് വെച്ച് ശരീരത്തോട് ചേർത്ത് വെക്കാറുണ്ട്, അവരെ വാമായിട്ട് കീപ്പ് ചെയ്യാനായിട്ടാണ്. അതും ഓവർ എ പീരീഡ് ഓഫ് കുറേ നാൾ തീർച്ചയായും അവർ ഏതാണ്ട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലരിലെങ്കിലും അതൊരു ക്യാൻസറിന് കാരണം, അതിന് കാങ്ക്രി ക്യാൻസർ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ചില ഒരു ഡെന്റൽ ഒരു ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷാർപ്പ് ടീത്ത് അല്ലെങ്കിൽ ബ്രോക്കൺ ടീത്ത് നാക്കിൽ മുറിവുണ്ടാക്കുകയും അത് ക്യാൻസറിന് കാരണമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ കൂടുതൽ സ്റ്റഡീസും കൂടുതൽ തെളിവുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഉള്ളത് കെമിക്കൽസ് ആണ്. അതിൽ മേജറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടുബാക്കോ ആണ്. ടുബാക്കോയിൽ അടക്കിയിരിക്കുന്ന കെമിക്കൽ വളരെ ക്യാൻസർ കോസിങ് ആണ്, അല്ലെങ്കിൽ കാർസിനോജനിക് ആണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ, അതായത് സ്മോക്കേഴ്സിലാണെങ്കിൽ അവർക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒപ്പം തന്നെ ത്രോട്ട് ക്യാൻസറും യൂറിനറി ബ്ലാഡർ ക്യാൻസറും അവർക്കുണ്ടാകും. അതേസമയം ഈ ടുബാക്കോ പുകയില ചവച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവർക്ക് ഓറൽ ക്യാൻസറിനുള്ള ചാൻസാണ് കൂടുതൽ. പക്ഷേ ഇത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പല ഫുഡ് അഡിറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് കളേഴ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സ്, നമ്മൾക്ക് പാക്കറ്റിൽ കിട്ടുന്ന ഫുഡ്, സിന്തറ്റിക് ഫുഡ്, അതെല്ലാം ക്യാൻസറിന് കാരണമാകാം. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസും ക്യാൻസറിന് കാരണമായേക്കാം. പിന്നെ വരുന്നതാണ് ബയോളജിക്കൽ ഏജൻസ്. അത് വൈറസസ് ആണ്. ചിലതരം വൈറസിന് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പ്രധാനമായിട്ടും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് വൈറസാണ്. അപ്പം അതിനെതിരെ ഇപ്പോൾ നമുക്ക് വാക്സിനേഷനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള സെൽസിൽ തന്നെ സെല്ലുലാർ ഓങ്കോജീൻസ് അഥവാ പ്രോട്ടോ ഓങ്കോജീൻസ് ഉണ്ട്. അതായത് ഭാവിയിൽ ക്യാൻസർ സെൽസ് ആയി മാറാൻ കഴിവുള്ള സെൽസാണ് അവ.
അപ്പോൾ അവ ഇങ്ങനെ നോർമലായിട്ട് ഇരിക്കുമെങ്കിലും ഏതെങ്കിലും കാർസിനോജൻ്റെ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളെല്ലാം അവയെ ട്രിഗർ ചെയ്താൽ അത് നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ട് മാറുകയും ട്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് അത് ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന സ്റ്റേജിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ എത്ര നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നോ അത്രയും സക്സസ് റേറ്റ് കൂടുതലാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് ബ്ലഡ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ ബ്ലഡ് ക്യാൻസർ ലുക്കീമിയയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ ഈ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് ഒത്തിരി ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത് കണ്ടാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒന്നാണ് ബയോപ്സി ടെസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിൽ സർജറി ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഓർഗൻ റിമൂവ് ചെയ്യുകയോ ഏതെങ്കിലും പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഒക്കെ വെച്ചെടുത്താൽ അത് അവർ ബയോപ്സി ടെസ്റ്റിന് അയക്കാറാണ് പതിവ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാനാണ്, അത് വെറും ബനൈൻ ട്യൂമർ ആണോ അതോ മാലിഗ്നൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ക്യാൻസർ സംശയിക്കുന്നവരിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ടിഷ്യൂ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം അതിനെ തിൻ സ്ലൈസ് ആക്കി മാറ്റിയിട്ട് മൈക്രോസ്കോപ്പിൽ സ്റ്റെയിൻ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽസിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ ന്യൂക്ലിയസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എൻലാർജ് ന്യൂക്ലിയസും എൻലാർജ് ന്യൂക്ലിയോലിസും ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയം, അതായത് ഒരു ഡിവൈഡിങ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൽ നിന്ന് ഈ ബയോപ്സി, അതൊരു ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡിയാണ്, അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്യാൻസറിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ. പിന്നെ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, അതായത് നമ്മൾ ചെറിയൊരു നീഡിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൽ അല്ലെങ്കിൽ സിസ്റ്റ് ഒക്കെ ഉള്ളപ്പോഴാണ്. അതിൽ നിന്ന് നമ്മൾ വെള്ളം, അതായത് ഫ്ലൂയിഡ് ഇങ്ങനെ കുത്തിയെടുക്കും ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ടും നമുക്ക് ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം. പിന്നെ ഉള്ളതാണ് പാപ്സ്മിയർ. പാപ്സ്മിയർ എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസറിനുള്ള ഒരു ടെസ്റ്റാണ്. ഞാൻ പറഞ്ഞു സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതാണ് സെർവിക്കൽ ക്യാൻസർ. സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രസിൻ്റെ ആ നെക്കിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അവിടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നാൾ ഈ ഒരു ഇൻഫെക്ഷൻ തുടർന്നാൽ അത് ക്യാൻസറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാപ്സ്മിയർ ടെസ്റ്റ്, അതായത് 35 അല്ലെങ്കിൽ 40 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ എല്ലാ വർഷവും പാപ്സ്മിയർ ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കേണ്ട ആവശ്യമാണ്. എങ്കിൽ ഇത് ഏർലി ഡിറ്റക്ഷന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മറ്റൊരു ടെസ്റ്റാണ് മാമോഗ്രാം. അതും എല്ലാ വർഷവും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഒരു ചെറിയ ട്യൂമറോ എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഉള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് എക്സ്റേ, CT സ്കാൻ ആൻഡ് MRI സ്കാൻ. എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വളരെ പരിചിതമാണ്. അതൊരു ഫിലിമിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് കിട്ടുന്നുണ്ട് ബോൺസിൻ്റെയൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ട്യൂമേഴ്സൊക്കെ പുറത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ചില സമയത്ത് ഓർഗൻസിൻ്റെ അകത്തായിരിക്കും. അപ്പം എക്സ്റേയിൽ അത് തെളിഞ്ഞു വരണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ CT സ്കാൻ പോലുള്ള സ്കാനിങ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, അതിൽ നമുക്ക് 3 ഡയമെൻഷണൽ വ്യൂ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അകത്തുള്ള ട്യൂമറിനെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ MRI സ്കാൻ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 3D വ്യൂ ഓർഗൻ്റെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂമർ സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ച് ആൻറ്റിജൻസിൻ്റെ പ്രസൻസും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ക്യാൻസറിൻ്റെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടൂൾസ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് സർജറിയാണുള്ളത്. നമ്മൾ ട്യൂമർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ട്യൂമറിനെ വേരോടെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത്, ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം സർജറി ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിംഫ് നോഡും എല്ലാം അതിൽ ക്ലിയർ ചെയ്യാറാണ് പതിവ്. അതിനെ തുടർന്ന് രോഗിയുടെ സ്ഥിതി അനുസരിച്ച് റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒക്കെ ചെയ്യാറുണ്ട്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇറേഡിയേറ്റ് ദ സെൽ, അതായത് സെൽസിലോട്ട് റേഡിയേഷൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അത് ആദ്യമേ തന്നെ ഒരു ഏരിയ, ആ ക്യാൻസർ ബാധിച്ച ഏരിയ വളരെ കൃത്യമായി മാർക്ക് ചെയ്തിട്ട് അവിടെ മാത്രം കൺട്രോൾഡ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒന്നും ഡാമേജ് ആവില്ല. അപ്പോൾ ഈ റേഡിയേഷൻ കൊണ്ട് ഈ സെൽസ് നശിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സെൽസ് ബാക്കിയുണ്ടെങ്കിൽ ട്യൂമർ മാറ്റി കഴിഞ്ഞിട്ടും ഉള്ള സെൽസിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഇത് കൊബോൾട്ട് തെറാപ്പി അല്ലെങ്കിൽ അയഡിൻ തെറാപ്പി, എക്സ്റേ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതേ തുടർന്ന് കീമോതെറാപ്പി ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഓർഡറൊക്കെ അത് ഡോക്ടേഴ്സിൻ്റെ അവരുടെ രീതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ ഈ സെൽസിനെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ സെൽസിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്ന സ്ട്രോങ് കെമിക്കൽസ്, കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിക്കും ആ DNA റെപ്ലിക്കേഷൻ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെൽസ് എല്ലാം നശിച്ചു പോയി പുതിയ നിയോപ്ലാസ്റ്റിക് സെൽസ് ഉണ്ടാകുന്നില്ല. അപ്പം ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആണ്. അതായത് ഹെയർ ലോസ് എന്ന് വെച്ചാൽ 1-2 ഒന്നല്ല, മുഴുവൻ മുടിയും പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ പിന്നീട് തിരിച്ചു വരും. പിന്നെ സിവിയർ അനീമിയ, നോസിയ, ഇതെല്ലാം ഉണ്ട് ഈ പേഷ്യൻസിൽ. അവർ ഒത്തിരി സഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ടൈം. ക്യാൻസർ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പരിധിവരെ അതിനെ ഹാൻഡിൽ ചെയ്യും അല്ലേ. പക്ഷേ ഇവിടെ ഈ ട്യൂമർ സെൽസിനെ ഇവയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിറ്റക്ട് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഉള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കണ്ണിൽ പെടാതെ സൗകര്യപൂർവ്വം അങ്ങ് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, ഇമ്മ്യൂണോ മോഡിഫയേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യുന്ന ചില കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കാറാണ് പതിവ്. ആൽഫ ഇന്റർഫെറോൺ പോലുള്ള സബ്സ്റ്റൻസ് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കും. അതായത് ക്യാൻസർ പേഷ്യൻസിൻ്റെ ശരീരത്തിലേക്ക് കൊടുത്ത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് തന്നെ ക്യാൻസറിനെ ഒരു പരിധി വരെ തടയാനുള്ള ഒരു ശക്തി കൊടുക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിച്ച് ചില പ്രോട്ടീൻസിനെ നമ്മുടെ ശരീരത്തിൽ സെൽസിൽ അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ക്യാൻസർ സെൽസിനെ കൊല്ലാനുള്ളൊരു കഴിവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പരിധിക്ക് അപ്പുറമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്യാൻസറിനെ കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. Please like, share and subscribe to my channel, Biology My Passion.